ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തമ്പനയിൽ കണ്ടേക്കുന്നത് പോലെ തന്നെ ഒട്ടും കയ്പില്ലാതെ എങ്ങനെ നമുക്ക് പാവയ്ക്ക തോരൻ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലുപ്പമുള്ള 2 പാവയ്ക്ക ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഷാർജയിൽ കിട്ടുന്നത് ഈ പച്ച കളർ പാവയ്ക്ക കേട്ടോ. നാട്ടിൽ ഈ പച്ച കളർ പാവയ്ക്കയ്ക്ക് നല്ല കയ്പല്ലേ, പക്ഷേ ഇതിന് നാട്ടിലെ കിട്ടുന്ന പാവയ്ക്കയുടെ അത്രയും കയ്പ് ഇതിനില്ല. എന്നാൽ കയ്പില്ലെന്നല്ല, കയ്പുണ്ട്, പക്ഷേ ആ നാട്ടിൽ കിട്ടുന്ന പച്ചപ്പാവയ്ക്കയുടെ അത്രയും കയ്പ് ഇതിനില്ല. അപ്പോൾ ആ 2 പാവയ്ക്കയും കഴുകിയിട്ട് നമ്മൾ തോരനൊക്കെ അരിയുന്നത് പോലെ തന്നെ അരിഞ്ഞെടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഈ കയ്പ് മാറ്റണമല്ലോ, ആ കയ്പ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാട്ടോ പറയുന്നത്. ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് എടുക്കണം. എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന പാവയ്ക്ക ഉണ്ടല്ലോ, അത് ഈ വെള്ളത്തിനകത്തേക്ക് നമ്മൾ ഇട്ട് വെക്കണം. എന്നിട്ടൊരു 5 മിനിറ്റ് നമ്മൾ ഇതിങ്ങനെ തന്നെ വെക്കണം കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു അരിപ്പ എടുക്കണം. എന്നിട്ട് നമ്മൾ ഈ വെള്ളത്തിൽ മുക്കി വെച്ചേക്കുന്ന പാവയ്ക്കുണ്ടോ, ഇതിനകത്തേക്ക് നമ്മൾ അരിച്ചങ്ങെടുക്കണം. എന്നിട്ട് അത് കുറേ നേരം ആ വെള്ളമെല്ലാം ഊർന്നു പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഈ പാവയ്ക്കെല്ലാം കൂടെ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റണം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നമ്മൾ കൈ വെച്ച് പിഴിയുവോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്താ, നമുക്ക് പാവയ്ക്ക തോരൻ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞെടുത്തു. ഇനി നമ്മുടെ പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് ഇളക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്കിന് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കാം. എന്നിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ആ അരിഞ്ഞു വെച്ചേക്കുന്ന ആ ഒരു പാവയ്ക്കയില്ലേ, ആ പാവയ്ക്ക ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഇതിനകത്ത് ഉപ്പിട്ട് കൊടുക്കുന്നില്ല. ഉപ്പിട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ, കാരണം നമ്മൾ ഓൾറെഡി ഉപ്പിട്ട വെള്ളത്തിൽ ഇത് കുറച്ച് നേരം നമ്മൾ 5 മിനിറ്റ് ഓൾറെഡി മുക്കി വെച്ചായിരുന്നല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ഉപ്പിട്ട് കൊടുക്കാത്തത്. പിന്നെ നമ്മൾ തന്നെ ഇതിനകത്തേക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നോക്കണം, ഉപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ലേശം ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി അതിലേക്ക് കുറച്ച് കരിയാപ്പലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് നമുക്ക് ഈ പാവയ്ക്ക തോരൻ വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 15 മിനിറ്റ് മതി പാവയ്ക്ക തോരൻ റെഡിയാവാൻ വേണ്ടിയിട്ട്. ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് തുറന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വീണ്ടും ആവി കയറ്റി വേവിക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ഉപ്പും എല്ലാം ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇനി കുറച്ച് പേരെങ്കിലും ചിന്തിക്കുമായിരിക്കും, നമ്മൾ ഓൾറെഡി ഇത് ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചേക്കുന്നതാണല്ലോ, അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ പോവില്ലേ എന്ന്. ഇല്ല, പോവില്ല കേട്ടോ. കാരണം ഇതിനകത്തിൽ ഫൈബറും വൈറ്റമിനും എല്ലാം തന്നെയുണ്ട്, അതൊന്നും പോവത്തില്ല. കാരണം നമ്മൾ ഉപ്പ് വെള്ളത്തിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഊറ്റിയെടുക്കുന്നതേ ഉള്ളൂ, അല്ലാണ്ട് നമ്മൾ കൈ വെച്ച് പിഴിയുവോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗുണങ്ങളൊന്നും പോകുന്നുമില്ല. ഒട്ടും കയ്പില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു പാവയ്ക്കത്തോരൻ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വേഗം വരാം.